പലയിടങ്ങളിൽ സഞ്ചരിച്ച് യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കുന്ന, അവർക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഈ പ്രാർത്ഥന നടത്തിയതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാവും? പരിഹാരം ഉണ്ടാകത്തില്ല. ശരിയല്ലാത്ത രീതിയിലുള്ള പാരൻറ്റിങ് വളരെയധികം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭവനത്തിൻ്റെ അകത്തേക്ക് ഇവർ ചെല്ലുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും. പക്ഷെ അവൻ്റെ മക്കളെ കുറിച്ച് പറയുന്നത്, അവൻ്റെ മക്കൾ അവൻ്റെ വഴിയിൽ നടന്നില്ല. ഇപ്പം ഏലി പുരോഹിതൻ്റെ മക്കളാണെങ്കിൽ തന്നെ ഏലി പുരോഹിതൻ വളരെ ജെനുവിനായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ അവരുടെ മക്കൾ അവരുടെ വഴി വന്നില്ല. അപ്പം ചില ഒരു നിലപാട് ഇങ്ങനെയാണ്, ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഫോൺ കൊണ്ട് പോകത്തില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 2 വയസ്സുള്ള കൊച്ചിനെ ചോറ് കഴിപ്പിക്കാൻ വേണ്ടി ഫോണിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാണ് ഇത് കഴിപ്പിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങളുടെ ലോക പ്രശസ്തനായ ബില്ലി ഗ്രഹാമിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ആദ്യമൊന്നും അത്രയ്ക്ക് സ്പിരിച്വൽ ഒന്നും അല്ലായിരുന്നു. ടെർമിനോളജിയാണ് തന്ത വൈബ്. അന്നേരം മിക്ക പിള്ളേരും പറയുന്ന ചർച്ചിൽ പോയ കുറെ തന്ത വൈബ് ഉള്ളവർ ഉണ്ട്. ഇന്നത് അവർ നേരിടുന്ന സ്ട്രഗിളിനോട് പാസ്റ്റിനോട് ചോദ്യം ചോദിച്ചാൽ പറയും, പോരാട്ട പിശാച. യുവാക്കൾ സഭ വിട്ട് അകലുന്നു. എന്തുകൊണ്ട്? കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സഭ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധി നമ്മുടെ സഭകളിൽ യുവാക്കളുടെ പ്രാതിനിധ്യം കുറഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മുടെ സഭയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ അങ്ങനെ കാണുകയാണ്. പ്രത്യേകിച്ച് ഈ 2025 പിറന്നത് മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിക്രൂരമായ കൊലപാതകങ്ങൾ, ലഹരിയുടെ വല്ലാത്ത അതിപ്രസരം നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. ഇതിന് കൂടുതലും അടിമകളായിട്ടുള്ളത്, ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് 25 വയസ്സ് താഴെയുള്ള ആളുകളാണ്. അപ്പോൾ അത് നമ്മുടെ യൗവനക്കാരാണ്. കഴിഞ്ഞ ദിവസം വെള്ളറടയിൽ നടന്ന ഒരു കൊലപാതകം ചെയ്ത ആ യൗവനക്കാരൻ നമ്മുടെ ഒരു ഭാഗം കൂടെയാണ്. അപ്പം നമ്മുടെ യൗവനക്കാരെ, നമ്മുടെ സഭയുടെ സ്വത്തായിരിക്കുന്ന ആളുകളെ നമ്മുടെ ഭാഗമാക്കി നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. അതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾ അതിൽ പരാജയപ്പെടുന്നുണ്ടോ? നമ്മുടെ സഭ, നമ്മുടെ ലീഡർഷിപ്പ്, നമ്മുടെ പാസ്റ്റേഴ്സ്, നമ്മുടെ എൽഡേഴ്സ്, നമ്മുടെ ചില സമയത്തെ നിലപാടുകൾ അവരെ സഭയിൽ നിന്ന് അകറ്റുന്നുണ്ടോ? അവരെ നമ്മുടെ ഭാഗമാക്കി നിർത്താൻ നമുക്ക് കഴിയുന്നില്ലേ? ഈ കാര്യങ്ങളെല്ലാം വളരെ അനിവാര്യമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. കാലോചിതമായ നിരവധി പരിഷ്കരണങ്ങൾ നമ്മുടെ സമൂഹത്തിന് വരണം. നമ്മളിപ്പോഴും 1913 ആ ചരിത്രത്തിലും കാലത്തിലും നിൽക്കാതെ 2025 നമ്മുടെ ഉപദേശങ്ങൾക്ക്, നമ്മുടെ ഡോക്ട്രിനുകൾക്ക് മാറ്റം വരുത്താതെ കാലോചിതമായ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും നമുക്ക് വേണം. നമ്മുടെ യുവാക്കളെ ചേർത്ത് നിർത്താൻ പറ്റണം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, എന്തുകൊണ്ട് യുവാക്കൾ സഭ വിട്ട് അകന്നു പോകുന്നു? നമ്മുടെ ബൈബിൾ കൾച്ചറിൽ എങ്ങനെയാണ് യുവാക്കളെ ചേർത്ത് നിർത്തിയിട്ടുള്ളത്? ഇന്നിൻ്റെ യുവാക്കളെ നമുക്ക് എങ്ങനെ സഭയോട് ചേർത്ത് നിർത്താൻ കഴിയും? ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് AG മലയാളം ഡിസ്ട്രിക്ട് ഹൈറേഞ്ച് ട്രിനിറ്റി ബൈബിൾ കോളേജിൻ്റെ അക്കാഡമിക് ഡീനും അധ്യാപകനുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷോൺ അബ്രഹാം സാറ്, അതോടൊപ്പം തന്നെ ICPF ഇടുക്കി ജില്ലാ ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രശാന്ത് സാറ്. ഈ പ്രിയപ്പെട്ടവരാണ് ഇന്ന് നമ്മോടൊത്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾ സഭ വിട്ടകലുന്നത്? നമുക്ക് എങ്ങനെ അവരെ മടക്കി കൊണ്ടുവരാൻ കഴിയും? നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടന്നു പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ യുവാക്കൾ നമ്മുടെ സഭയിൽ നിന്ന് അകന്നു പോകുന്നത്? അതിന് സഭ ഒരു കാരണമാണ്. സഭയിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം കിട്ടുന്നില്ല. നമ്മുടെ പാസ്റ്ററോ നമ്മുടെ വിശ്വാസ സമൂഹമോ ഒക്കെ അവരെ പരിഗണിക്കാത്തത് കൊണ്ടാണോ അവർ സഭ വിട്ടുപോകുന്നത്? ജിനു പാസ്റ്റർ പറഞ്ഞതുപോലെ ഇതൊരു കേരളത്തിൽ സംഭവിക്കുന്ന ഒരു ക്രൈസിസ് മാത്രമല്ല. ചില സ്റ്റഡീസ് കാണിക്കുന്ന, ഞാൻ ചില ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കാൻ ഇടയായി തീർന്നത്, ചില സ്റ്റഡീസ് കാണിക്കുന്നത് ഇതൊരു ഗ്ലോബൽ ക്രൈസിസാണ്. ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഉള്ള ഇടമാണ് നമ്മുടെ US-ഉം പാശ്ചാത്യ ചില രാജ്യങ്ങളാണ്. US ചില സ്റ്റഡീസ് തന്നെ കാണിക്കുന്നത് കഴിഞ്ഞ ഒരു 10-20 വർഷം 2 ഡെക്കേഡ്സ് ആയിട്ട് യൂത്ത്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ചർച്ചിൽ ഒത്തിരി കുറഞ്ഞു.
അവരുടെ അറ്റൻഡൻസ് കുറഞ്ഞു, പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു. ഏകദേശം 25 മുതൽ 45% വരെ ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഈവൻ കാത്തലിക് ചേർച്ചസിനെ പോലും അത് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഈ കാര്യം തന്നെയാണ് നാം കേരള സമൂഹത്തിലും കാണുന്നത്. പ്രധാനപ്പെട്ട എൻ്റെ ഒരു വീക്ഷണത്തിൽ ഒബ്സർവേഷൻ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് ആണ്. കാരണം അത് ഒരു രാജ്യമായിക്കോട്ടെ, ഒരു കുടുംബമായിക്കോട്ടെ, ഒരു സഭയായിക്കോട്ടെ, ഒരു ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അതിൻ്റെ വിജയം അതിനെ നയിക്കുന്ന ആൾക്കാരുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ആ സമൂഹത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം നാം വായിക്കാൻ നമുക്ക് മനസ്സിലാവും. അടുത്തൊരു തലമുറയെ പറ്റി അവിടെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവർ യഹോവയും അറിഞ്ഞില്ല, യഹോവയുടെ പ്രവൃത്തിയും അറിഞ്ഞില്ല. യോശുവയുടെ കാലഘട്ടത്തിൽ ഒരു പരാജയമാകാൻ സാധ്യതയുണ്ട്. ഞാൻ യോശുവയെ തീരെ അങ്ങ് അടിച്ച് വിമർശിച്ച് പറയുകയല്ല. എന്നാലും മോശയുടെ കാലഘട്ടത്തിൽ മോശ അടുത്തൊരു ലെവൽ ഓഫ് ലീഡർഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ തനിക്ക് സാധിച്ചു. കാരണം തൻ്റെ ഒരു ലിമിറ്റേഷൻസ് തനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല, ദൈവം തന്നെ ഒത്തിരി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാരണത്താലായിരിക്കും. യോശുവയുടെ കാലഘട്ടം വരുമ്പോൾ അടുത്തൊരു ലീഡർഷിപ്പ് ഇല്ല. അന്നേരം ഈ ഒരു സെയിം പ്രതിഭാസമാണ് നാം നമ്മുടെ സമൂഹത്തിലും കാണുന്നത്. ഒരു ലീഡർഷിപ്പ് ക്രൈസിസ്, അടുത്തൊരു ലെവൽ ഓഫ് ലീഡർഷിപ്പ് വാർത്തെടുക്കാൻ പറ്റാത്ത, ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ലീഡർഷിപ്പ്. പ്രധാനപ്പെട്ട ഒരു പാസ്റ്റോറൽ കെയറിൽ വന്നു പോയ ഒരു പരാജയമാണ്. പാസ്റ്റോറൽ കെയർ ഞാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റർമാരുടെ മാത്രം പ്രശ്നമല്ല, ഒരു ഇടയ പരിപാലനം. അത് ഭവനത്തിലും നടക്കണം, അത് സമൂഹത്തിൽ ഏതിടത്തായാലും അത് സഭയിലും നടക്കണം. എന്താ ഞാൻ ചിന്തിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു കുഴപ്പം, ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സാർ, ഈ ലീഡർഷിപ്പ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇത് ജനറൽ ആണോ അതോ പർട്ടിക്കുലർ ആണോ? ഇൻ ദ സെൻസ്, ഇപ്പോൾ ഓരോ ചർച്ചിനും ഒരു ലോക്കൽ പാസ്റ്റർ ആണ് ആ ചർച്ചിന്റെ ലീഡർ. ആ ചർച്ചിൽ നിന്ന് ഒരു കുഞ്ഞ് പിൻവാങ്ങി പോകുമ്പോൾ നമുക്കിപ്പോ നമ്മുടെ ജനറൽ കൗൺസിലിനെ അതിനിപ്പോ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ലോക്കൽ ചർച്ചിന്റെ പാസ്റ്റർ, അപ്പൊ പാസ്റ്ററിലേക്കാണോ നമ്മൾ വിരൽ ചൂണ്ടുന്നത്? അപ്പൊ പാസ്റ്റർ അതിന് കാരണക്കാരനാകുന്നുണ്ടോ ഒരു പരിധി വരെ? ഒരു ലോക്കൽ ചർച്ചിലെ പാസ്റ്ററിനെ മാത്രം ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രം, ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലീഡർഷിപ്പ് പൊസിഷനിൽ എവിടെ ആയിട്ടുണ്ടോ, ഇപ്പം അത് ജനറൽ കൗൺസിൽ മുതലായിക്കോട്ടെ, AG സഭയുടെ കാര്യം പറഞ്ഞ സൂപ്രണ്ട് മുതലായിക്കോട്ടെ, ചർച്ച് ഓഫ് ഓവർസിയർ മുതലായിക്കോട്ടെ, അന്നേരം അവിടെ വന്നു പോയൊരു ക്രൈസിസ് ആണ്. കാരണം ചെയ്യേണ്ട പല കാര്യം ചെയ്യാതിരുന്നിട്ട് ഒരിക്കലും സ്പിരിച്വൽ ലീഡർഷിപ്പിൽ വരാൻ പാടില്ലാത്ത പല കാര്യത്തിലേക്ക് ഫോക്കസ് ആയി പോകുന്നുണ്ടോ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അത് കാരണത്താലാണ് അത് താഴെയുള്ള എല്ലാ സമൂഹത്തെയും ബാധിക്കുന്നത്. അതെ, ഇപ്പം ചേർച്ച് പൊളിറ്റിക്സിന്റെ കാര്യം നമുക്ക് സംസാരിക്കാനുള്ള സമയമല്ല, എന്നാലും ഏറെക്കുറെ അത് നമ്മുടെ ലോക്കൽ ചർച്ചസിനെ ബാധിക്കും. ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറയുമ്പം ഈ പ്രസംഗിക്കുന്ന ആദർശം ജീവിതത്തിലകത്തേക്ക് വരുന്നില്ല. അതെ, അത് നമ്മുടെ പ്രസംഗവും പ്രവൃത്തിയും രണ്ടാകുമ്പോൾ അത് യൂത്തിനെ സംബന്ധിച്ച് അവർ ജെന്യുവനായിട്ട് പോകുന്ന ആളുകളായതുകൊണ്ട് ഇവർ ഇതിനകത്തൊരു ജെന്യുവിനാലിറ്റി ഇല്ല, ഒരു ജെന്യുവിൻ അല്ല. ജനറലായി കമ്മ്യൂണിറ്റി അത് ബാധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ പൊളിറ്റിക്സിന്റെ ഉള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ ഓരോരോ പ്രാദേശിക സഭയില് ഇവർ ലീഡർഷിപ്പിനെ നിയമിച്ചയക്കുമ്പോൾ അതിലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇന്റൻഷൻസും ആറ്റിറ്റ്യൂഡ്സും മോട്ടീവ്സിനും വ്യത്യാസങ്ങൾ വരുമ്പോൾ താഴെയുള്ള മുഴുവൻ സമൂഹത്തെയാണ് അത് ബാധിക്കുന്നത്. ഒരാളുടെ പാപം മറ്റുള്ള ഒരാളെ ബാധിക്കത്തില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന എന്തായിക്കോട്ടെ അത് മറ്റുള്ളവരെ ബാധിക്കും. നമ്മുടെ വീഴ്ച മറ്റുള്ളവരെ അത് ബാധിക്കും. ഒരു അവയുടെ വീഴ്ച ആദാമിനെ മുഴുവൻ മനുഷ്യരാശിയെ അത് ബാധിച്ചതുപോലെ ഒരു പാപം, ഒരു കുഴപ്പം ദൈവസന്നിധിയിൽ നിന്ന് അകന്ന ആ പ്രിൻസിപ്പിൾസിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത് മുഴുവൻ സമൂഹത്തെ ബാധിക്കും. അത് ഞാനൊരു ജസ്റ്റ് ലോക്കൽ പാസ്റ്ററിനെയോ സൂപ്രണ്ടിനെയോ മാത്രമല്ല, ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് പാസ്റ്റേഴ്സും മെയിൻ ലീഡേഴ്സും എല്ലാവരും ഉണരേണ്ട ഒരു സമയമായിരിക്കുന്നു. കാരണം അവിടെ ഒരു ജയം നമ്മുടെ സമൂഹം നേടിയെടുത്താൽ
ബാക്കി എല്ലായിടത്തും ഒരു ജയം വ്യാപരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ആക്ഷൻ എല്ലാവരും എടുക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇപ്പം പലയിടത്തും ഞാൻ കണ്ടത്, യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുക. കേരളത്തിന്റെ പലയിടങ്ങളിൽ സഞ്ചരിച്ച് യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കുന്ന, അവർക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഈ പ്രാർത്ഥന നടത്തിയതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാകത്തില്ല. കാരണം യുവാക്കൾ പെട്ടെന്ന് ഈ കാപട്യത്തെ അവർ ഐഡന്റിഫൈ ചെയ്യും. അവർക്ക് അത് ടാലി ആക്കാൻ പറ്റത്തില്ല. കാരണം അവര് ഇതെല്ലാം വാസ്തവത്തിൽ ആത്മീയ സമൂഹത്തെ കണ്ട് പഠിച്ചു വരുമ്പോൾ അവരും ഓർക്കും, ഇതാണോ ആത്മീകം? പ്രസന്റ് ചെയ്യുന്നത് വേറെ ഒന്ന്, മനസ്സിൽ വെക്കുന്നത് വേറെ ഒന്ന്. അതുകൊണ്ട് കാര്യമില്ല. ആ ഒരു അപ്രോച്ച് കൊണ്ട് അവരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം നടക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു. എന്നിട്ട് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇത് യേശുവിന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രതിഭാസമായിരുന്നു, ഒരു വലിയ പ്രോബ്ലം ആയിരുന്നു. ലീഡർഷിപ്പ് റെഡിയാകാൻ സ്റ്റെപ്പ് എടുക്കാതിരിക്കുമ്പോൾ എൻ്റെ ഒരു ആഴമായ വിശ്വാസമാണ് ദൈവം പാരലലായിട്ട് വേറൊരു മൂവ്മെന്റിനെ ആരംഭിക്കും. അതെ, ദൈവം പാരലലായിട്ട് വേറൊരു മൂവ്മെന്റിന്റെ ഈ ലീഡേഴ്സിന് റിബലായി നിൽക്കുന്നവരെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. യേശു പരീശന്മാരെയും അവിടുത്തെ സിസ്റ്റത്തെ ഒന്നും റിബൽ ചെയ്തൊന്നും നിന്നില്ല. പക്ഷെ യേശു കാഴ്ചവെച്ച ഒരു മോഡലായ ജീവിതം, ഒരു മോഡലായ മൂവ്മെന്റ്, ഒരു മോഡലായ സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്തുമായിരിക്കും, ഇതിലേക്ക് നാം തിരിഞ്ഞാൽ ഇത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും അനുഗ്രഹമായിരിക്കും എന്നായിരുന്നു യേശു കാഴ്ചവെച്ചത്. ഒരിക്കൽ കൂടെ ഒരു പുതിയ ഉണർവിലേക്ക്, ബിബ്ലിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഉണർവിലേക്ക്, ഇവിടാണ് നമ്മൾ ഉണർവിന്റെ ആവശ്യകത പോലും നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം എല്ലാ കാലഘട്ടത്തിലും ഞാൻ റിഫോർമേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ചരിത്രം ശ്രദ്ധിച്ചപ്പോൾ എല്ലാ നൂറ്റാണ്ടിലും ഇങ്ങനത്തെ ഒരു ക്രൈസിസിന്റെ മധ്യത്തിലാണ് ദൈവം ഒരു സംഘത്തെ എഴുന്നേൽപ്പിക്കുന്നത്. ലീഡർഷിപ്പ് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ ദൈവം ജനത്തെ കൈവിടുന്നില്ല, സമൂഹത്തെ ദൈവം കൈവിടുന്നില്ല. ദൈവത്തിന്റെ ജനത്തെ പറ്റി വലിയ പ്രതീക്ഷയാണ്, ദൈവത്തിന് വലിയ സ്വപ്നമാണ്. കാലാകാലങ്ങളിൽ ദൈവം ഒരു ഉണർവിനെ അയക്കും. അത് മിക്കതിലും മെജോറിറ്റി ഉണർവിലും ഞാൻ കണ്ടിട്ടുള്ളത് യുവാക്കന്മാരെയാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. സാറ് പറഞ്ഞു നിർത്തിയത്, നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് നമ്മുടെ കുഞ്ഞുങ്ങളെ വല്ലാത്ത രീതി ബാധിക്കുന്നുണ്ട്. കാരണം അപ്രോച്ചബിൾ അല്ല പല ആൾക്കാര്, പാസ്റ്റോറൽ കെയർ കിട്ടുന്നില്ല, മെന്റർഷിപ്പ് കിട്ടുന്നില്ല. എത്ര പേര് മെന്റർ ചെയ്യുന്നുണ്ട്. ഈ മെന്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പഠിപ്പിച്ചത് ശിഷ്യന്മാരാക്കി തീർക്കാൻ, ഞാൻ കൽപ്പിച്ചതൊക്കെയും അവര് അനുസരിക്കത്തക്ക രീതിയിൽ. അതൊരു ജസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച് വിടുന്ന പോലെയല്ല, അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് കരുണ കാണിച്ച്, അവരോട് ക്ഷമ കാണിച്ച്, നമ്മളോട് ദൈവം ക്ഷമ കാണിച്ചതുപോലെ തന്നെ അവരോടൊരു പേഷ്യൻസ് കാണിച്ച്. ചിലപ്പോൾ ചിലർ വരുമ്പോഴത്തേന് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മുടി ഹെയർ കട്ടായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഷർട്ട് ഇട്ടോണ്ടായിരിക്കും വരുന്നത്, ചിലപ്പം ലോ വേസ്റ്റ് ജീൻസ് ഇട്ടോണ്ടായിരിക്കും വരുന്നത്. പാൻറ്റും ആകും, അതെ, കീറിയ ജീൻസ് ആകും. ടൂ മച്ച് ജഡ്ജ്മെന്റൽ ആണ് പല ആൾക്കാരും പറയുന്നത്. ഇതില് ഞാന് എല്ലാത്തിലും അങ്ങ് യൗവനക്കാരുടെ സൈഡും പിടിക്കുന്നില്ല, എന്നാലും ഏറെക്കുറെ നമ്മുടെ അപ്രോച്ചിൽ നമ്മളൊരു മാതൃക കാണിക്കാമെങ്കിൽ ഇവരിലൊക്കെ ഒരു രൂപാന്തരം സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം മാതൃകാപരമല്ലാത്ത ഒരു ലീഡർഷിപ്പ്, മാതൃകാപരമല്ലാത്തൊരു ആത്മീയ സൊസൈറ്റിയാണ് ഒരു പരിധി വരെ നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നോട്ട് വലിക്കാനുള്ള കാര്യം. ഇനി ഞാൻ പ്രിയ പ്രശാന്ത് സാറിനോട്, സാറ് ഈ യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അവരോട് നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരാളെന്ന നിലയിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞു കാണുമല്ലോ, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചർച്ചിൽ പോകാൻ താല്പര്യമില്ല, ഇന്ത്യൻ്റെ കാര്യങ്ങൾ. ഒരു ലോക്കൽ ചർച്ച് അവരെ പലതരത്തിൽ മുറിവേൽപ്പിച്ച് കാണുന്നുണ്ട്. പല മുറിവുകൾ ലോക്കൽ ചർച്ചിൽ നിന്ന്, ഇവൻ നിന്ന് മാത്രമല്ല വിശ്വാസികളിൽ നിന്ന് തന്നെ അവർക്ക് മുറിവുകളൊക്കെ. അതൊക്കെ ആയിരിക്കും അവരെ ചർച്ചിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം. സാറിന്റെ അനുഭവത്തിൽ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല? മാതൃകാപരമല്ലാത്ത ആത്മീക നേതൃത്വം മാത്രമല്ല, മാതൃകാപരമല്ലാത്ത രക്ഷാകർതൃത്വം കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരിയല്ലാത്ത രീതിയിലുള്ള പാരൻറ്റിങ് വളരെയധികം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആത്മീയ കാര്യങ്ങളിൽ
പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ള നിലകളിൽ അത്തരത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പലരും കൂടുതൽ അവരെ കരിയർ ഫോക്കസ്ഡ് ആയിട്ട് അവരെ ഒരു പ്രഷറിലേക്ക് തള്ളിയിടുന്നു എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മത്സര മനോഭാവം പഠന രീതിയിലും ഇവരെ കരിയറിലേക്ക് ഇവർ കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് ഇവരെ ഫോഴ്സ് ചെയ്യുന്നു. ഇന്ന് പല കുട്ടികളും വളരെ പ്രഷറോട് കൂടിയിട്ടാണ് അവരുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. പുറമെ അവർ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവരുടെ ലൈഫിൽ അമിത ഭാരം അവരിലേക്ക് അമിത പ്രതീക്ഷ ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് അമിത ഭാരം അവരുടെ മാനസികമായിട്ട് വളരെ പിരിമുറുക്കത്തിലേക്കൊക്കെ വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഇവർ കൊടുക്കേണ്ട പ്രാധാന്യതയെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ ജീവിതത്തിലൂടെയും ഇവർക്ക് ഭവനങ്ങളിൽ നിന്നാണ് യഥാർത്ഥ ഒരു ആത്മീക അടിത്തറ അവർക്ക് പ്രാഥമികമായിട്ട് ലഭിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തന്മൂലം അവരുടെ ഉള്ളിൽ അവർക്ക് ലഭിക്കുന്ന സന്ദേശം ആത്മീയ കാര്യങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്താൽ മതി എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടിലേക്കാണ് അവർ. ഇപ്പോൾ ഭവന പ്രാർത്ഥനയുടെ കുറവോ അല്ലെങ്കിൽ വീട്ടിൽ ബൈബിൾ ഓറിയന്റഡ് അല്ലാത്തൊരു ലൈഫോ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ അതവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണോ സാർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആത്മീക ശിക്ഷണവും ആത്മീക മാതൃകയും അവരുടെ മുമ്പിൽ കാണിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് അവരുടെ പ്രവർത്തികളിലൂടെയാണ്. മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു എന്നത് തീർച്ചയായിട്ടും കുട്ടികളെ സ്വാധീനിക്കും. നമ്മൾ ഭവനത്തിൽ സംസാരിക്കുന്ന ഓരോ ചെറിയ വാക്കുകൾ പോലും കുട്ടികൾ വളരെയധികം സൂക്ഷ്മമായിട്ടാണ് അവർ നോക്കി കാണുന്നത്. സഭയ്ക്കുള്ളിൽ വരുമ്പോൾ ആത്മീകമായിട്ടൊക്കെ ഇവർ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഭവനത്തിൻ്റെ അകത്തേക്ക് ഇവർ ചെല്ലുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കുന്നതായിട്ടുള്ള കേൾക്കുന്ന അത്തരത്തിലുള്ള വാക്കുകൾ ഇവരുടെ ഉള്ളിലേക്ക് ഒരു തെറ്റായിട്ടുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരെ ആത്മീക ശിക്ഷണത്വത്തിലും പത്യോപദേശത്തിലും അവർ പോറ്റി വളർത്തുമ്പോൾ തന്നെ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നവരാണ് മാതാപിതാക്കൾ. പക്ഷേ ഒരു അപക്വമായിട്ടുള്ള ചില പ്രവൃത്തികൾ മൂലം ഇവരുടെ ഉള്ളിലേക്ക് തെറ്റായിട്ടുള്ള സന്ദേശം വളരെയധികം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. ഇപ്പം അതിനൊരു എതിർ ചോദ്യം ഞാൻ ചോദിച്ചാൽ എന്ന് വെച്ചാൽ ഇപ്പം ശമൂവേലിനെ കുറിച്ച്, ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെട്ടൊരു പ്രവാചകനാണ്. പക്ഷെ അവൻ്റെ മക്കളെ കുറിച്ച് പറയുന്നത് അവൻ്റെ മക്കൾ അവൻ്റെ വഴിയിൽ നടന്നില്ല. ഇപ്പം ഏലി പുരോഹിതൻ്റെ മക്കളാണെങ്കിൽ തന്നെ ഏലി പുരോഹിതൻ വളരെ ജെനുവിനായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ അവരുടെ മക്കൾ അവരുടെ വഴി വന്നില്ല. അപ്പം നമുക്ക് ഒരു പരിധി വരെ മാതാപിതാക്കളെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റും, അവരുടെ മാതൃകാപരമല്ലാത്ത ജീവിതം. പക്ഷേ മാതൃകയായിട്ട് ജീവിതം നയിക്കുന്ന കുടുംബത്തിലും ഇങ്ങനെ റെയറായിട്ട് വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പം അതിന് കാരണം ഒരുപക്ഷെ അവർ നിൽക്കുന്ന സൊസൈറ്റി ആകാമോ, ചർച്ച ആകാമോ, അതെന്താണ്. ഇപ്പം കുടുംബം അല്ലെങ്കിൽ കൂടെ കുടുംബത്തിൽ ഇങ്ങനെ മാതൃകാപരമായിട്ട് നിൽക്കുന്ന കുടുംബത്തിൽ കൂടെ, ഉദാഹരണത്തിന് ഇപ്പോൾ ശൗമേലിൻ്റെയും ഏലിയുടെയും കുടുംബത്തിൽ സംഭവിച്ചതുപോലെ അങ്ങനെ ഒരു അപജയം വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നന്നായി നടന്നതുകൊണ്ട് നമ്മുടെ മക്കൾ വരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സംഭവിക്കാത്ത ഒരുപാട് ഡിസ്റ്റൻസ്, പ്രത്യേകിച്ച് ഒരു കുറ്റം പോലെ പറയുകയല്ല, കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് പാസ്റ്റേഴ്സിൻ്റെ മക്കളെ കുറിച്ച് തന്നെ ഒരുപാട് റൂമറുണ്ട്. അവർ വളരെ ജെനുവിനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരുടെ തലമുറയ്ക്ക് അത് അസഹ്യമായിട്ട് തോന്നുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ നന്നായിട്ട് നടന്നാൽ പോലും നമ്മുടെ തലമുറകൾക്ക് ഒരുപക്ഷെ അങ്ങനെ വരാൻ പറ്റിയില്ലെന്ന് വരും. അപ്പം അത് പുറത്തുള്ള സമൂഹമാണോ, നമ്മുടെ ചർച്ചയാണോ അവരെ മുറിവേൽപ്പിക്കുന്നത്? എന്താണ് അതിനകത്തെ ഒരു കാരണം? ഞാനിത് മനസ്സിലാക്കിയെടുത്തോളം ഒരു തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഭവനാന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചെടുത്താൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു യൗവനക്കാരൻ സ്വാധീനിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവൻ്റെ ഭവനാന്തരീക്ഷത്തിൽ ഇവനെ ആത്മീകമായിട്ടും അവൻ്റെ ക്യാരക്ടർ ഫോർമേഷനൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നൊക്കെ ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവരെ സ്വാധീനിക്കപ്പെടുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. തീർച്ചയായിട്ടും അത് തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദികളായിട്ട് കുടുംബങ്ങൾ മാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
മാതാപിതാക്കൾ മക്കളോട് കൂടെ ഒരുമിച്ച് സംസാരിക്കാനായിട്ടുള്ള സമയം കൂടുതലായിട്ട് കണ്ടെത്തുകയും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അതിനെപ്പറ്റി അവരുടെ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കി സംസാരിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ വളരെ എൻ്റെ ഒരു അഭിപ്രായമാണ്, കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തോടുകൂടെ അധികം സമയം ചെലവഴിക്കാനായിട്ട് ഇന്ന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം. അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്നത്തെ തലമുറകൾ കൂടുതൽ അവർക്ക് ഓരോ പഠനങ്ങൾ, അല്ലെങ്കിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ ആകട്ടെ, അല്ലെങ്കിൽ അവരുടെ കരിയർ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ടാകട്ടെ, ഒരു പക്ഷേ അറിവുകളും ഇതൊക്കെ മാതാപിതാക്കൾക്ക് വ്യത്യസ്തമായിരിക്കാം. പക്ഷെ തുറന്ന് സംസാരിക്കാൻ, ഇവരെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ മാതാപിതാക്കൾ കാണിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയുടെ വളർച്ച, സാങ്കേതികവിദ്യയുടെ വളർച്ച. ഇപ്പം നമ്മളിൽ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം നമ്മൾ കണക്ക് കൂട്ടിയാൽ നമ്മൾ ചിന്തിക്കാത്തതുപോലെ സമയം സോഷ്യൽ മീഡിയ പെട്ടെന്ന് ചിലവാകും. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ ചർച്ച വരുമ്പോൾ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ചർച്ചിലില്ല. അതിൽ കൂടുതൽ അട്രാക്റ്റീവ്, അതിൽ കൂടുതൽ അവർക്ക് ചേർന്നിരിക്കാൻ തോന്നുന്ന സോഷ്യൽ മീഡിയയാണ്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ റീൽസോ ഷോർട്സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഒരു പരിധിവരെ നമ്മുടെ ലീഡർഷിപ്പ്, നമ്മുടെ ഫാമിലി ഒക്കെ അവർ പിന്മാറിപ്പോകാനൊരു കാരണം എന്ന് വരുമ്പോൾ തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ, സോഷ്യൽ മീഡിയയുടെ വളർച്ചയും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ ഇവരെ ബാധിക്കുന്നില്ലേ? ജിനു പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒരു വലിയ റോള് ഇതിൽ യൂത്ത്സിൻ്റെ അവരുടെ വ്യതിചലനത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. പ്രശാന്ത് സാറ് പറഞ്ഞതുപോലെ ഈ മാതൃകപരമല്ലാത്ത ഒരു പാരൻറ്റിങ്ങിലും പറ്റിപ്പോകുന്ന ഒരു പരാജയമാണ്. സത്യം പറഞ്ഞാൽ ഈ യൂത്ത്സിനെ മാത്രം ഫോൺ അഡിക്ഷന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 65 വയസ്സുള്ള 70 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും ഫോണിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ടൈം സ്പെൻഡ് ചെയ്യാനില്ല. സ്ക്രീൻ ടൈം പല ആൾക്കാരുടെയും എന്തോ കാണുന്നതെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും ന്യൂസ് ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ വിമർശനങ്ങളുണ്ടല്ലോ, ഇഷ്ടം പോലെ ന്യൂസ് ചാനലുണ്ട്, ഇഷ്ടം പോലെ നമ്മളെ എൻഗേജ് ചെയ്ത് വെക്കാനുള്ള എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ നൽകി തരുന്നുണ്ട്. അത് യൂത്ത്സ് പ്രായവ്യത്യാസം കൂടാതെ എല്ലാവരും ഇതിൽ എൻഗേജ്ഡ് ആക്കി വെച്ചു. പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് സിനാരിയോ നോക്കുമ്പോൾ ഇതിലാക്കി വെക്കാനുള്ള ഒരു അസ്ത്രം പിശാച് ഇതിൽ മെനഞ്ഞോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ ആ ഒരു കുഴപ്പം ഇതിലുണ്ട്. അത് ഈ പേരൻസ് തന്നെ അതിലൊരു മാതൃക പല ആൾക്കാരും കാണിക്കും. ഞാൻ ഇൻഫാക്റ്റ് ചില സെലിബ്രിറ്റീസിൻ്റെ ചില ഒരു നിലപാട് ഇങ്ങനെയാണ്: ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഫോൺ കൊണ്ട് പോകത്തില്ല, അല്ലെ ഡിന്നർ ടേബിൾ എന്നാൽ ലോകപരമായി സെക്യുലർ സൊസൈറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർ പോലും കണ്ടു അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ചില റാഡിക്കലായിട്ടുള്ള സ്റ്റെപ്സ് അവർ എടുക്കുന്നുണ്ട്. എന്നാൽ പേരൻറ്റിങ്ങിൽ വീഴ്ച പറ്റുന്ന ഇതൊരു വലിയ മേഖലയാണ്. കാരണം പേരൻറ്റിങ്ങിൽ പേരൻസ് ഫോണുമായിട്ടുള്ള അവരുടെ എങ്ങനെയാണെന്ന് അത് പിള്ളേർ കാണട്ടെ. അത് കണ്ട് പിന്നെ പല പേരൻസും കുഞ്ഞുങ്ങൾ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 2 വയസ്സുള്ള കൊച്ചിനെ ചോറ് കഴിപ്പിക്കാൻ വേണ്ടി ഫോണിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാണ് ഇത് കഴിപ്പിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഗ്രോത്തിനെയും ഇതിനെയൊക്കെ വളരെയധികം ഇത് ബാധിക്കുന്നുണ്ട്. അന്നേരം സോഷ്യൽ മീഡിയ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ഈ തലമുറയെ സ്വാധീനിക്കുന്നത്. അതിൻ്റെ എതിരെ റാഡിക്കലായ ചില സ്റ്റെപ്സ് നമ്മൾ എന്തായാലും എടുത്താലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയെ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല, അല്ല അവരെ ദൈവസന്നിധി വിശ്വസ്തമായി നിർത്താൻ പറ്റത്തില്ല. പ്രശാന്ത് സാറ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പാസ്റ്ററും അത് സൂചിപ്പിച്ച് ഷൗമേൽ പ്രവാചകൻ്റെ മക്കൾ തെറ്റിപ്പോകാനുള്ള കാരണം, അത് മെയിൻ ഒരു കാര്യം, മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കാനല്ല, അതിനെ തൻ്റെ മുൻപിലായിരുന്ന ലീഡറിന് പറ്റിയ സെയിം പരാജയമാണ് ഇദ്ദേഹത്തിനും പറ്റുന്നത്. എന്നാൽ അതൊരു കാലഘട്ടത്തിൻ്റെ ഒരു വ്യാപാരമാണ്. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അത് അടിച്ചെന്നുള്ളത് അത് അദ്ദേഹം സൂക്ഷിക്കേണ്ടതായിരുന്നു. ലോക പ്രശസ്തനായ ബില്ലി ഗ്രഹാമിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ആദ്യമൊന്നും അത്രയ്ക്ക് സ്പിരിച്വൽ ഒന്നും അല്ലായിരുന്നു.
പക്ഷേ ബില്ലി ഗ്രഹാം പ്രാർത്ഥിച്ചതാകാം, എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം മടങ്ങി വന്നു. പ്രാർത്ഥിച്ചാൽ തലമുറകൾ മടങ്ങി വരും. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവസന്നിധി നെടുമ്പാട് വീണാൽ അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ തന്നെ. കാരണം മാതൃകപരമായ കുടുംബജീവിതം നയിച്ച മാതാപിതാക്കളുടെ ഒരു മകനാണ്, ഏക മകനാണ് ഞാൻ ദൈവവഴിയിൽ നിന്ന് വിട്ടകന്നു പോയി മാതാപിതാക്കളെ വളരെ അധികം കണ്ണുനീര് കുടിപ്പിച്ച ഒരാളാണ്. എൻ്റെ സഭയും എൻ്റെ മാതാപിതാക്കളും ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം എന്നെ കണ്ടതാണ്, ഇന്നലത്തെ നിത്യതയിൽ തന്നെ കണ്ടതാണ്. പക്ഷെ കണ്ട ദൈവം അവർക്ക് പ്രാർത്ഥിക്കാൻ കൃപ കൊടുത്തു. ആ പ്രാർത്ഥന എൻ്റെ മേൽ ദൈവകരം ചലിപ്പിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സുവിശേഷ വേലയിലായി തീർന്നു. അന്നേരം പ്രാർത്ഥനയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. പ്രാർത്ഥിച്ചാൽ നമ്മളെ തലമുറകളെ, നമ്മുടെ തെറ്റ് നിമിത്തം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളിൽ പ്രശ്നം വന്നാൽ നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അനേക കുടുംബങ്ങളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പല ആൾക്കാർ അതിന് സമർപ്പിക്കാൻ റെഡിയല്ല. കാരണം അതൊരു പാടുള്ള കാര്യമാണ്. വർഷങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ മമ്മി 5-6 വർഷം നിരന്തരമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കും തോറും എൻ്റെ കുസൃതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കും തോറും എൻ്റെ കൂട്ടുകെട്ട് കൂടിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥനയ്ക്ക് വിരോധമായി പ്രാർത്ഥനയുടെ ആശ പോലും കെടുത്തിക്കളയുന്ന സ്വഭാവമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഇതിലൊന്നും അടുത്തു പോകാതെ ചർച്ചിലെ വിശ്വാസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ രക്ഷപ്പെടുമെന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ അതിനെയൊന്നും മമ്മി ഫേസ് വാല്യൂവിൽ എടുക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച്, അത് മമ്മിക്ക് ഒരു ഭയങ്കര ഒരു അനുഗ്രഹമായി, പപ്പയ്ക്കും അതൊരു ഭയങ്കര അനുഗ്രഹമായി. കാരണം അനേക യൗവനക്കാരെ ഇന്ന് സ്പർശിക്കുവാനോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. ഇതൊരു മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചാൽ നമ്മുടെ സമൂഹം, നമ്മുടെ യൗവനക്കാരെ നമ്മൾക്ക് തിരിച്ചു നേടാം. ലീഡർഷിപ്പ് ക്രൈസിസ് പറയുമ്പോൾ പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ചേർച്ചിലെ എൽഡേഴ്സിൻ്റെ കൂടെ കുറ്റം പറയുന്നത് ഇന്നത്തെ ഒരു ഫേമസ് ടെർമിനോളജിയാണ് തന്ത വൈബ്. അന്നേരം മിക്ക പിള്ളേരും പറയുന്നത് ചർച്ചിൽ പോയ കുറെ തന്ത വൈബ് ഉള്ളവർ ഉണ്ട്. ഇന്നത് ചെയ്യ്, പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെ മക്കളെ അവർ ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, ആ ഡ്രസ്സ് ഇടാൻ പാടില്ല. അന്നേരം ഒരുമാതിരി അവരെ പിരിമുറുക്കത്തിലാക്കി കളയുന്ന, ഫ്രീഡം കൊടുക്കാതെ അവരെ വളരെ കേജിൽ അടച്ചു വെക്കുന്ന രീതിയിലുള്ള അപ്രോച്ച് ഈ എൽഡേഴ്സും, പ്രത്യേകിച്ച് പാസ്റ്റേഴ്സിനെക്കാട്ടും കൂടുതൽ സഭയിലെ മൂപ്പന്മാരാണ്, എൽഡേഴ്സാണ്. മൂപ്പന്മാര് പേര് മാത്രമേ ഉള്ളൂ, പക്വത ഇല്ലാത്ത മൂപ്പന്മാര്. ഞാനിച്ച് കട്ടിക്ക് അതുകൊണ്ടാണ് പറയുന്നത്. ബിക്കോസ് എനിക്ക് ഇന്നത്തെ യൗവനക്കാരോട് ഭയങ്കര എൻ്റെ മനസ്സിൽ അവരെ ഓർത്ത് ഭയങ്കര കൺസേൺ ഉണ്ടായ കാരണമാണ് ഞാൻ പറയുന്നത്. ആണ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയില് ഒരു മോൻ അവൻ ചർച്ചിൽ വരുന്നില്ല എന്ന് തീരുമാനിക്കാൻ കാരണം അവന്റെ തൊട്ട് പുറകിലിരുന്ന അച്ഛൻ നിരന്തരമായി ഇവൻ വരുന്ന സമയത്ത്, ഇവൻ ഇച്ചിരി അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്, ഇവൻ ചൂയിങ്കാൻ ചവച്ചുകൊണ്ടിരിക്കും. ഇവന്റെ മുടി ഹെയർ കട്ട്, അവനോട് ഒരു ഇച്ചിരി കരുണ കാണിക്കുക എന്ന് ചിലപ്പോൾ അവന് നേടായിരുന്നു. ഞാൻ അവന്റെ ചൂയിങ്കാൻ ചവയ്ക്കുന്നതോ ഹെയർ കട്ടിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, പക്ഷേ ഒരു കരുണ അവനോടൊരു സോഫ്റ്റ് അപ്രോച്ച്, പ്രസംഗത്തിൽ അവനെ തേജോവനം ചെയ്യാതെ. അതെ 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 പാസ്റ്റർ പ്രസംഗിക്കത്തില്ലെങ്കിലും പാസ്റ്ററെ കൊണ്ട് പറഞ്ഞു പ്രസംഗിപ്പിക്കും ഇവനെ കുത്താൻ. അന്നേരം ഈ പിരിമുറുക്ക കാരണമാണ് പല യൗവനക്കാർ വിട്ടുപോകുന്നത്. ന്യൂജൻ ചർച്ചിലേക്ക് ഒത്തിരി യൗവനക്കാർ പോകുന്നെന്ന് പരാതിയാണ് നമ്മുടെ ട്രഡീഷണൽ ചർച്ചസിലുള്ള ആൾക്കാർക്ക്. കാരണം എന്താ, ഒന്ന് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ഒന്നുമില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിരിമുറുക്കമാണ്, ഫ്രീഡം ഇല്ല, കേജിൽ അടച്ചു വെച്ച ഒരു അനുഭവമാണ്. ഇവരെ എക്സ്പ്രസ് ചെയ്യാനൊന്നുമില്ല. പാസ്റ്ററോട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? അവർ നേരിടുന്ന സ്ട്രഗിളിനോട് പാസ്റ്ററോട് ചോദ്യം ചോദിച്ചാൽ പറയും പോരാട്ട, പിശാച, കുഴപ്പമാണെന്ന് പറഞ്ഞ് അവനെ ഒരു പരുവത്തിൽ ആക്കും. അന്നേരം ഇവന്റെ വോയിസ് കേൾക്കാനും ഇവനെ ഇൻവോൾവ് ഇവനായിരിക്കുന്ന പോലെ ഇവനെ സ്വീകരിക്കാൻ പല ന്യൂജൻ ചർച്ചസിലെ ആൾക്കാർക്ക് കഴിയുന്നുണ്ട്. പലയിടത്തും ഇവരെ ഈ രീതിയിൽ അങ്ങ് വിടുകയാണ്.